നൃപൻ ചക്രവർത്തി കൂടി ചേരുന്നുണ്ട് ഒതായിലെ പി.വി. അൻവറിന്റെ വീട്ടിൽ നിന്നും. നൃപൻ, കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുകയാണ് വി.ഡി. സതീശൻ. നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം എന്ന നിലയ്ക്ക് വി.ഡി. സതീശൻ അത്തരത്തിലൊരു നിലപാടെടുത്തതാണ്. പി.വി. അൻവറുമായി യാതൊരുവിധ ചർച്ചയ്ക്കും ഇനി സാധ്യമല്ല, ആ വാതിൽ അടഞ്ഞു, ഡോർ ഈസ് ക്ലോസ്ഡ് എന്നാണ് അല്പസമയം മുമ്പ് വി.ഡി. സതീശൻ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്നലത്തെ അനുനയ നീക്കം, രഹസ്യ സന്ദർശനം, അത് നേതൃത്വത്തിന്റെ അറിവോടെയല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായി മാധ്യമങ്ങളോട് പറയുന്നുണ്ടെങ്കിലും ഒരു നേതൃത്വവും അറിയാതെ, നേതൃത്വത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായി അവിടെ പോയി പി.വി. അൻവറിനെ കാണുമെന്ന് ഈ സാഹചര്യത്തിൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. തീർച്ചയായും മിനിഷ, UDFിൻ്റെ യോഗമെടുത്ത തീരുമാനം, വച്ച നിർദ്ദേശം അംഗീകരിക്കാത്ത ഇടത്തോളം കാലം പി.വി. അൻവറുമായി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും UDFിൻ്റെ ഒരു നേതാക്കളും കോൺഗ്രസിൻ്റെ ഒരു നേതാക്കളും മുതിരരുത് എന്ന നിലപാട് തന്നെയാണ് അസന്നിഗ്ധമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നിർദ്ദേശമായി UDFിൻ്റെ നേതൃത്വം നൽകിയിരുന്നത്. അതിനുശേഷമാണ് ഇന്നലെ രാത്രി 12 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്, ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പാർട്ടി MLA ആണ്, അദ്ദേഹം പി.വി. അൻവറിനെ കാണാൻ വരുന്നത്. അതിനുശേഷം അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് സ്വകാര്യ സന്ദർശനമാണ്, പാർട്ടിയായി നിയോഗിച്ച അടിസ്ഥാനത്തിൽ വന്നതല്ല എന്നതാണ്. പക്ഷേ അതാണ് പൂർണ്ണമായി പ്രതിപക്ഷ നേതാവ് UDFിൻ്റെ ചെയർമാൻ ഇപ്പോൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ ചർച്ചയ്ക്ക് പാർട്ടിയോ UDFോ നിയോഗിച്ചിട്ടില്ല. താരതമ്യേന ഒരു ജൂനിയറായ ഒരു MLA അല്ല ഇത്തരം കാര്യങ്ങൾക്ക് ചർച്ചയ്ക്ക് വിനിയോഗിക്കുന്നത്. മാത്രമല്ല, പി.വി. അൻവറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അടഞ്ഞ അധ്യായമാണ്. അത്തരം ഒരു ചർച്ചയ്ക്ക് ഇനി UDF ഇല്ല എന്ന കാര്യം UDFിൻ്റെ ചെയർമാൻ തന്നെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. ഇതിൽ ഇപ്പോൾ വി.ഡി. സതീശൻ പറയുന്നത് ഒരു ഡബിൾ സ്റ്റാൻഡ് സ്വാഭാവികമായി അത് വ്യക്തമാവും. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏത് നിലയിൽ നിൽക്കുന്ന നേതാവാണ്, ആരോട് അടുപ്പം പുലർത്തുന്ന നേതാവാണെന്ന കാര്യം വ്യക്തമാണ്. വി.ഡി. സതീശുമായി അത്രയേറെ മനസാക്ഷി പങ്കിടുകയും കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്ന ഷാഫി പറമ്പിൽ, ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ടീമുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പി.വി. അൻവറിനെ കാണാൻ വന്നത് സ്വകാര്യമായി എടുത്ത, അതേ ഒറ്റയ്ക്കെടുത്ത തീരുമാനമായി കോൺഗ്രസ് രാഷ്ട്രീയം വിലയിരുത്തുന്ന ആരും മനസ്സിലാക്കുമെന്ന് കരുതുന്നില്ല. കാരണം വി.ഡി. സതീശൻ്റെ കൂടി അറിവോടുകൂടി തന്നെയായിരിക്കണം വന്നത്. പക്ഷേ വന്ന ഉദ്യമം പരാജയപ്പെട്ടു പോയി. അതാണ് അതിൻ്റെ ഒരു ജാള്യത പ്രതിപക്ഷ നേതാവിനും ഒപ്പം തന്നെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണത്തിലുമുണ്ട്. പക്ഷേ പി.വി. അൻവർ ഉറച്ചു തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ സന്ധി സംഭാഷണങ്ങളിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാട്, TMCയുടെ നിലപാട് അദ്ദേഹം മുന്നോട്ട് വെച്ചു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നേരത്തെ തന്നെ UDFിനോട് അദ്ദേഹം ആവശ്യപ്പെട്ട UDFിലെ അംഗത്വം എന്ന ഡിമാൻഡ്, അത് അംഗീകരിക്കണം എന്ന കാര്യം. ഒപ്പം തന്നെ നേരത്തെ പരസ്യമായി UDFിൻ്റെ നേതാക്കൾ പറഞ്ഞ ആര്യാട് ഷൗക്കത്തിനെ തള്ളിപ്പറഞ്ഞ നിലപാട് തിരുത്തി മാപ്പ് പറയണം എന്ന നിലപാടിലേക്ക് ഈ ഘട്ടത്തിൽ പോകാൻ കഴിയില്ല എന്നതും, മറിച്ച് താൻ ഈ നിലപാട് സ്വീകരിച്ച് നിൽക്കുമ്പോൾ തന്നെ അംഗീകരിക്കേണ്ട നിലപാട്, മാന്യമായ നിലപാട് കോൺഗ്രസിൻ്റെ പാർട്ടിയിൽ നിന്നും ഒപ്പം തന്നെ UDFിൻ്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അതൃപ്തിയാണ് അറിയിച്ചത്. മാത്രമല്ല, താൻ മത്സര രംഗത്തേക്ക് പോവുകയാണ് എന്ന നിലപാടിൽ പി.വി. അൻവർ ഉറച്ചു നിൽക്കുന്നു. അല്പം നിമിഷങ്ങൾക്കകം തന്നെ പി.വി. അൻവർ അദ്ദേഹത്തിൻ്റെ ഒതായിയിലെ വസതിയിൽ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. TMCയുടെ കേരള ഘടകത്തിൻ്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കാൻ പോവുകയാണ്. TMCയുടെ ഔദ്യോഗിക ചിഹ്നം തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാകുക എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് സംബന്ധിച്ച രാഷ്ട്രീയ നിലപാടുകൾ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യും. ഒരു കാര്യം വ്യക്തമാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ പി.വി. അൻവർ എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് ആരെയാണ് കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതെന്ന കാര്യം വ്യക്തമാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ പല നേതാക്കളെയും ദൂതന്മാരെ വിട്ട് ഇത്തരത്തിലുള്ള സന്ധി സംഭാഷണത്തിലേക്ക് പോയത്. പക്ഷേ സന്ധി സംഭാഷണത്തിലെ നീക്കം പൊളിഞ്ഞുപോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു ജാള്യതയാണ് നേതാക്കൾ ഓരോരുത്തരും പറയുന്നത്. വി.ഡി. സതീശന് തന്നെ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായി കൂടിയായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അവസാനം തള്ളിപ്പറയേണ്ടി വന്നിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDFിനെ സംബന്ധിച്ചിടത്തോളം പി.വി. അൻവറിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏത് തരത്തിൽ ആശങ്ക ഉളവാക്കുന്നതാണ് എന്നതാണ് ഈ നേതാക്കളുടെ ഓരോരുത്തരുടെയും പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അല്പം മുമ്പ് UDFിൻ്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് വളരെ സ്ട്രോങ് ആയൊരു നിലപാട് വി.ഡി. സതീശൻ എടുത്ത അതേ നിലപാട് സ്വീകരിച്ചിട്ടില്ല. പല നേതാക്കളും പല രീതിയിലുള്ള സോഫ്റ്റായ നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ വി.ഡി. സതീശൻ വളരെ ശക്തമായി അടഞ്ഞ അധ്യായമാണ് പി.വി. അൻവറുമായിട്ടുള്ള, ഇനി ഒരു സന്ധി സംഭാഷണത്തിനുമില്ല, ഡോർ ഈസ് ക്ലോസ്ഡ് എന്നാണ് അദ്ദേഹം കൊച്ചിയിൽ അല്പം മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനി പി.വി. അൻവറിൻ്റെ നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ ഏറെ നിർണായകമായി മാറുക.